വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് കഴിച്ചാലും നമുക്ക് പുഡിംഗ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഇഷ്ടമായിരിക്കും അത് കഴിക്കാൻ. കുട്ടികൾക്കായാലും നമുക്ക് വലിയ ആൾക്കാർക്കായാലും എപ്പോഴും പുഡിങ്ങിനോടൊരു പ്രത്യേക താല്പര്യമായിരിക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ്. ഞാൻ പുഡിങ് കുറേ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പുഡിങ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പൈനാപ്പിൾ ട്രിപ്ലറ്റ് പുഡിങ്. എന്നുവെച്ചാൽ പൈനാപ്പിളും ഡേറ്റ്സും ബിസ്ക്കറ്റും എല്ലാം ചേർന്ന് വരുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നുവെച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൈനാപ്പിൾ ട്രിപ്ലറ്റ് പുഡിങ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എങ്ങനെ പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ. ഇത് ഒരു വലിയ പൈനാപ്പിളാണ്, അതിൻ്റെ ഒരു ഹാഫ് മതിയാവും. പിന്നെ ബിസ്ക്കറ്റ് മാരിഗോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഹാഫ് ലിറ്റർ മിൽക്ക്, ഡേറ്റ്സ് ഒരു 10 എണ്ണം മതിയാകും. പിന്നെ ക്രഷ് ചെയ്ത കാഷ്യൂനട്ട്, മിൽക്ക് മെയ്ഡ്, പിന്നെ ചൈന ഗ്രാസ്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട പൈനാപ്പിൾ അല്പം വെള്ളം ഒഴിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ മാക്സിമം ചെറുതായിട്ട് തന്നെ അരിയുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് പഞ്ചസാര, അത് പൈനാപ്പിളിൻ്റെ മധുരം നോക്കി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ പുഡിംഗ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് എടുത്തു വെച്ച ബിസ്ക്കറ്റ് ഒരു 4-5 ബിസ്ക്കറ്റ് മതിയാകും. ബിസ്ക്കറ്റ് ഇങ്ങനെ അതിനൊരു ഷേപ്പൊന്നും വേണ്ട, അത് പാലൊക്കെ ഒഴിക്കുമ്പോൾ അതൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിടാം. ഒരു മാക്സിമം 5 ബിസ്ക്കറ്റ് മതിയായി ഈ ഒരു ട്രേയിൽ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. 10 ഡേറ്റ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ചെറുതായിട്ട് അരിയണം, അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഡേറ്റ്സിന് മേലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വേറെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ബദാമോ പിസ്ത എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ, ഡേറ്റ്സ്, ബിസ്ക്കറ്റ് എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ പുഡിങ്ങിന് കൊടുക്കുന്നത്. പൈനാപ്പിൾ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഈ ട്രേ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയൊരു ചൂടായ പാത്രത്തിലേക്ക് എടുത്തു വെച്ച പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് ഞാനിവിടെ ഡയറക്റ്റ് തന്നെയാണ് മെൽറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഡബിൾ ബോയിൽ ചെയ്യാനും പറ്റുന്നതാണ്. പാല് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി അതിലേക്ക് എടുത്തു വെച്ച മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാമിൻ്റെ ഒരു ടിന്നാണിത്. അത് കംപ്ലീറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മിൽക്ക് മെയ്ഡിൻ്റെ ആ തിക്നെസ് കാരണം അത് താഴോട്ടൊക്കെ ഇറങ്ങിപ്പോവും. അത് പിന്നെ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. മിൽക്ക് മെയ്ഡും പാലും ചേർന്ന ആ ഒരു മിക്സ്. ചൈന ഗ്രാസ് ഓൾമോസ്റ്റ് മെൽട്ടായി വന്നു. ഇടയ്ക്കിടെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി മെൽട്ടായ ചൈന ഗ്രാസിനെ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മെൽട്ടായി വന്നു ഈ ചൈന ഗ്രാസ്. ഇപ്പം ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ആ ചൂടിൽ നിന്ന് ഇനി ബാക്കി എന്തെങ്കിലും മെൽട്ടാവാനുണ്ടെങ്കിൽ അതും കൂടെ ആ ചൂട് പാലിൽ നിന്ന് മെൽട്ടായിക്കോളും. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി മിക്സ് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ട്രേയിലോട്ട് ഒഴിച്ച് പുഡിംഗ് സെറ്റാകാൻ വെക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ആ ട്രേയിൽ കൂടാതെ ഒരു ചെറിയൊരു ബൗളിലും കൂടെ പുഡിംഗ് സെറ്റാകാൻ വെക്കുന്നുണ്ട്. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ട്രേയിൽ പുഡിംഗ് റെഡിയാക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ട്രേയിലും കൂടെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ബൗളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ച പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ചെറിയൊരു ചൂടോട് കൂടെ തന്നെയാണ് ഞാൻ ഈ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടങ്ങ് തണുത്തൊന്നുമില്ല. ഇപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ബിസ്ക്കറ്റൊക്കെ താഴെ കിടന്ന ബിസ്ക്കറ്റെല്ലാം മേലെ എത്തിയ പാൽ ഒഴിച്ചപ്പം. ബിസ്ക്കറ്റെല്ലാം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാകാം എല്ലാം കൂടെ അങ്ങ് മേലെ കയറിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് പുഡിങ്ങിന് പ്രത്യേകിച്ചൊരു ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ബിസ്ക്കറ്റും പൈനാപ്പിളും ഡേറ്റ്സ് എല്ലാം മേലെ വന്ന് കിടക്കുകയാണ്. ഇനിയൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. മാക്സിമം ഒരു 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും ഇതൊന്ന് സെറ്റാവാൻ, നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ. ഇതിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതാണ്. നമുക്ക് നോക്കാം ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്, സെറ്റായോ എന്ന്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്രയും കറക്റ്റ് പാകത്തിലാണിത് സെറ്റായി വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആ ചെറിയ ബൗളിലോട്ട് ഒഴിച്ച് വെച്ച പുഡിംഗ് ഒന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ നല്ല കറക്റ്റ് പാകത്ത് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ജെല്ലി പോലെ ഇരിക്കുന്നുണ്ട്. അത്രയും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനതൊന്ന് കമിഴ്ത്തി വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അത് കണ്ടാൽ അറിയാം നിങ്ങൾക്കത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടെന്ന്. ഒട്ടും താഴോട്ട് പോകുന്നില്ല. അതൊന്നും കറക്റ്റ് പാകത്തിൽ സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു സ്പൂൺ വെച്ച് കാണിച്ചു തരാം ഇപ്പോൾ അത് എത്രമാത്രം സെറ്റായിട്ടുണ്ടെന്ന്. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു കറക്റ്റ് ഒരു ജെല്ലി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇതൊരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ്.